ഇന്നത്തെ പരീക്ഷയുടെ 2025-26 വർഷത്തെ വാർഷിക പരീക്ഷ 6ാം ക്ലാസ് അറബിക്കിൻ്റെ ചോദ്യപേപ്പർ. നുജീബ് ഹസബൽ ഇർഷാദാത്ത്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതാം. നഖറഉൽ ഫിക്രത്ത, ഈ പാരഗ്രാഫ് വായിക്കാം. വനുജീബ് അനിൽ അസ്ഇലത്ത് താലിയ, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാം. ഫർഹാനു ദാരിസുൻ ഫി സഫി സാദിസ്, ഫർഹാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. യഅമലു വാലിദുഹു ഫി ഡൽഹി, അവൻ്റെ പിതാവ് ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. ഖറജ ഫർഹാനു മഅ ഉമ്മിഹി വ ഉഖ്തിഹി ലി സിയാറത്തി വാലിദിഹി, ഫർഹാൻ തൻ്റെ ഉമ്മയോടും സഹോദരിയോടും കൂടെ ഉപ്പയെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഫസാറ അമാക്കിന താരിഖിയത്തൻ, അവൻ ചരിത്രപരമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. വ വിജ്ഹാത്തിൻ സിയാഹിയ, ടൂറിസ്റ്റ് പ്ലേസുകളും സന്ദർശിച്ചു. മിസലൽ മസ്ജിദുൽ ജാമെ, ജുമാ മസ്ജിദ് പോലെയുള്ള. വൽ ഖൽഅത്തുൽ ഹംറ, ചെങ്കോട്ട. വ മബ്നൽ ബർലമാൻ, പാർലമെന്റ് മന്ദിരം. വ താജ്മഹൽ, താജ്മഹൽ. വഗൈറഹ, അതേപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും മറ്റും അവൻ സന്ദർശിച്ചു. താജബ ഫർഹാനു, ഫർഹാൻ അത്ഭുതപ്പെട്ടു. ബിറുയത്ത് ജമാലി താജ്മഹൽ, താജ്മഹലിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ. അല്ലദീ ബനാഹുൽ അൽ മലികു ഷാജഹാൻ, ഷാജഹാൻ നിർമ്മിച്ച താജ്മഹൽ കണ്ടപ്പോൾ, താജ്മഹലിന്റെ ഭംഗി കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. റജാത്തുൽ ഉസ്റത്തു ഇലൽ ബൈത്തി ബഅദ ഉസ്ബുഅൻ, ഒരാഴ്ചയ്ക്ക് ശേഷം കുടുംബം വീട്ടിലേക്ക് മടങ്ങി. ചോദ്യങ്ങൾ: ഐന യഅമലു വാലിദു ഫർഹാൻ, ഫർഹാന്റെ പിതാവ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഉത്തരം ഡൽഹി. മതാ റജാത്തുൽ ഉസ്റത്തു ഇലൽ ബൈത്തി, കുടുംബം എപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങിയത്? ബഅദ ഉസ്ബുഅൻ, ഒരാഴ്ചയ്ക്ക് ശേഷം. മൻ ബനാ താജ്മഹൽ, ആരാണ് താജ്മഹൽ നിർമ്മിച്ചത്? അൽ മലികു ഷാജഹാൻ, ഷാജഹാൻ രാജാവ്. മാഹിയൽ വിജ്ഹാത്തു സിയാഹിയത്ത് ഫി ഡൽഹി, ഡൽഹിയിലെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണ്? അൽ മസ്ജിദുൽ ജാമിഉ, അൽ ഖൽഅത്തുൽ ഹംറ, മബ്നൽ ബർലമാൻ, താജ്മഹൽ. ഇനി നഖ്താറു മിനൻ നസ്സി അൽ ജുംലത്തുൽ ഇസ്മിയത വൽ ഫിഅലിയ, ഈ പാരഗ്രാഫിൽ നിന്നും ഇസ്മിയായ ജുംലയും ഫിഅലിയായ ജുംലയും കണ്ടെത്തണം. ഓരോന്ന് കണ്ടെത്തിയാൽ മതി. ഫർഹാനുൻ ദാരിസുൻ, അൽ ജുംലത്തുൽ ഇസ്മിയ, ഫർഹാൻ എന്ന ഇസ്മു കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ടത് ഇസ്മിയായ ജുംലയാണ്. ഫർഹാനുൻ ദാരിസുൻ ഫി സഫി സാദിസ്, അങ്ങനെ മുഴുവൻ എഴുതിയാലും മതി. ഇനി അൽ ജുംലത്തുൽ ഫിഅലിയയിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് യഅമലു വാലിദുഹു ഫി ഡൽഹി, അവൻ്റെ പിതാവ് ഡൽഹിയിൽ ജോലി ചെയ്യുന്നു എന്നതാണ്. അതായത് യഅമലു എന്ന ഫിഅല് കൊണ്ടാണ് ആ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ടത് ഫിഅലിയായ ജുംലയാണ്. ഇസ്മു കൊണ്ട് തുടങ്ങിയാൽ ഇസ്മിയായ ജുംല, ഫിഅല് കൊണ്ട് തുടങ്ങിയാൽ ഫിഅലിയായ ജുംല. ഇനി നുക്മിലുൽ ബയാന, താഴെയുള്ള ഈ വിവരണം പൂരിപ്പിക്കണം. ബി അസ്മാഇൽ അഖ്സാമി ഫിൽ ഖാന, ഈ ഖാനയിലുള്ള, ഈ കള്ളിയിലുള്ള സെക്ഷൻസിന്റെ പേര് വെച്ചുകൊണ്ട്. സൂപ്പർ മാർക്കറ്റിലെ കുറെ സെക്ഷൻസിന്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. ഖിസ്മുൽ അൽബാനി വൽ ജുബ്നി, പാൽ, ചീസ് ഐറ്റങ്ങളുടെ സെക്ഷൻ. പിന്നെ ഖിസ്മുൽ ബക്കാലാത്ത്, പലചരക്ക് സാധനങ്ങൾ. ഖിസ്മുൽ മഷ്റൂബാത്ത്, ഡ്രിങ്ക്സ്. ഖിസ്മുൽ ഹദറാവാത്ത് വൽ ഫവാക്കിഹ്, പച്ചക്കറികളും ഫ്രൂട്ട്സും. ഖിസ്മുൽ ലുഹൂമി വൽ അസ്മാക്ക്, ഇറച്ചിയും മീനും. ഖിസ്മുൽ ഹൽവയാത്ത് വൽ മഖ്ബൂസാത്ത്, ബേക്കറി ഐറ്റംസ്. ഇനി സൽമാനു ദാരിസുൻ ഫി സഫി സാദിസ്, സൽമാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. റാഹ മഅ ഉമ്മിഹി, അവൻ തൻ്റെ ഉമ്മയുടെ കൂടെ പോയി. ഇല സൂഖിൽ മർക്കസി, സൂപ്പർ മാർക്കറ്റിലേക്ക്. ലിഷിറാഇൽ ഹവായിജിൽ മൻസിലിയ, വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. ഇഷ്തറ ബാമിയ, അവനൊരു ബാമിയ വാങ്ങി. വ ബാദിഞ്ചാൻ, ബ്രിഞ്ചൽ വാങ്ങി. വ തുഫാഹ്, ആപ്പിള്. വ അനാനാസ്, കൈതച്ചക്ക. ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത്? മിൻ ഖിസ്മിൽ ഖദറാവാത്തി വൽ ഫവാക്കിഹി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിൽ നിന്നും. അതേപോലെ വലഹമ ദജാജത്തിൻ വസമക്കത്തൂന, ട്യൂണ മീനും കോഴിയിറച്ചിയും വാങ്ങി. എവിടെ നിന്നും? മിൻ ഖിസ്മിൽ ലുഹൂമി വൽ അസ്മാക്ക്, മീനുകളുടെയും ഇറച്ചികളുടെയും സെക്ഷനിൽ നിന്നും. വ റുസ വ സുക്കറ, പഞ്ചസാരയും അരിയും. വ സൈത്ത, എണ്ണയും വാങ്ങി. എവിടെ നിന്നും? മിൻ ഖിസ്മിൽ ബക്കാലാത്ത്, പലചരക്ക് ഐറ്റംസ്, ഗ്രോസറി അല്ലെ, അതാണ് അൽ ബക്കാലാത്ത്. വൽ അസീറ, ജ്യൂസ് വാങ്ങി. മിൻ ഖിസ്മിൽ മഷ്റൂബാത്ത്, ഡ്രിങ്ക്സ് സെക്ഷനിൽ നിന്നും. വ ചോക്കോലാറ്റ്സ് വൽ കാക്ക, കേക്കും ചോക്ലേറ്റും വാങ്ങി. മിൻ ഖിസ്മിൽ ഹൽവയാത്ത് വൽ മഖ്ബൂസാത്ത്, ബേക്കറി സ്വീറ്റ്സ് ഐറ്റംസ് ഉള്ള ഖിസ്മിൽ നിന്നും. നഖ്താറുൽ ജവാബ് സഹീഹ മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം. ഇസ്തറ സൽമാനു, സൽമാൻ വാങ്ങി. ദറാജത്തൻ ജദീദത്തൻ, പുതിയൊരു സൈക്കിൾ. ദറാജ, സൈക്കിൾ വാങ്ങി. അതിന്റെ നഅത്താണ് ജദീദത്ത്, പുതിയ എന്നത്. അപ്പൊ നഅത്ത് വെക്കുമ്പോൾ ദറാജത്തിന് ഒരു നഅത്ത് വെച്ചപ്പോൾ ദറാജത്ത് മന്നൂത്തായി. മന്നൂത്ത് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ആയിരിക്കണം നഅത്ത്.
ദറാജത്തൻ എന്നാണുള്ളത്, അതുകൊണ്ട് ജദീദത്തൻ. ദറാജത്ത് മുഅന്നസാണ്, അതുകൊണ്ട് ജദീദത്തും മുഅന്നസായിരിക്കണം. തൻ എന്ന് ഫതഹാണ്, അതുകൊണ്ട് ഫതഹായിരിക്കണം. ഓക്കെ, അടുത്തതും അതേപോലെ. അടുത്തത് നമ്മൾ മൻഊത്താണ് വെക്കേണ്ടത്. നേരത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലൈബ സൽമാനു, സൽമാൻ കളിച്ചു ഫി മൈദാനിൻ വാസിൻ. മൈദാനെന്നും ശരിയായില്ല, കാരണം ഫി മൈദാനിൻ എന്നാണ് വേണ്ടത്. ഫി വന്നാൽ ജറാണ് ഇറാബ്, അപ്പോൾ മൈദാനിൻ. ഇനി നുജീബ് ഹസബൽ ഇർഷാദാത്ത്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. നലാവ് കലിമത്ത് അസ്തിക മക്കാന സ്വദീഖ്, താഴെയുള്ള പാരഗ്രാഫിൽ സ്വദീഖ് എന്നിടത്ത് അസ്തിക എന്ന് വെക്കണം. വനക്തുബുൽ ഫിക്രത്ത മാ തബ്ദീലാത്ത് ലാസിമ, എന്നിട്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ പാരഗ്രാഫ് എഴുതണം. അപ്പോൾ ആദ്യം പാരഗ്രാഫ് വായിച്ചു നോക്കാം. യാ സ്വദീഖ്, കൂട്ടുകാരാ, അംഫിക് അൽ മാല ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുക. വത്തുലുബ് അൽ ഹംദ വൽ മജിദ, സ്തുതിയും മഹത്വവും കരസ്ഥമാക്കുക, തേടുക. ബി ഇംഫാഖിൽ മാലി ഫിൽ ഖൈറാത്തി, നന്മയിൽ ചാരിറ്റിയിൽ ധനം ചെലവഴിച്ചുകൊണ്ട് പ്രതാപവും മഹത്വവും തേടുക. പിന്നെ വർഗബ് ഫിൽ ഉമൂരിൽ ഖൈരിയ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുക, അതിന് ഇഷ്ടമുണ്ടാവുക. വഹസുൽ അല റിളല്ലാഹി, എന്നിട്ട് അള്ളാഹുവിന്റെ പ്രീതി നേടുക. ഇതിൽ യാ സ്വദീഖ് എന്നത് മുഫ്രദാണ്, അതിന്റെ ജം ആണ് അസ്തിക്കാവ്. യാ അസ്തിക്കാവ്, കൂട്ടുകാരെ എന്നായി. നേരത്തെ കൂട്ടുകാരാ എന്നായിരുന്നു. അപ്പോൾ കൂട്ടുകാരാ എന്ന് വിളിച്ചപ്പോൾ നീ ചിലവഴിക്കൂ, അംഫിക് എന്നാണ് പറയേണ്ടത്. കൂട്ടുകാരെ എന്ന് വിളിക്കുമ്പോഴോ നിങ്ങൾ ചിലവഴിക്കൂ എന്ന് പറയണം. അപ്പോൾ അംഫിക് എന്ന് പറഞ്ഞാൽ പറ്റില്ല. അംഫിക് എന്ന് പറഞ്ഞാൽ ഒരാളോട് പറയുന്നതാണ്, മുഫ്രദാണ്. അതിനെയും ജമ്മാക്കണം. എങ്ങനെ ജമ്മാക്കും? അംഫിഖു അൽമാല, നിങ്ങൾ ധനം ചിലവഴിക്കൂ. അതേപോലെ ഇതിൽ മാറ്റം വരുത്തേണ്ടത് അടിവരയിട്ട 3 വാക്കുകൾ, 3 ഫീലുകളിൽ മാത്രമാണ് മാറ്റം വരുത്തേണ്ടത്. ആ ഫീലുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ പാരഗ്രാഫ് അതേപോലെ എഴുതുക. വത്തുലുബ് എന്നുള്ളത് എങ്ങനെയാകും? വത്തുലുബു, നിങ്ങൾ തേടുക. വർഗബ്, നീ ആഗ്രഹിക്കുക എന്നുള്ളത് വർഗബു, നിങ്ങൾ ആഗ്രഹിക്കുക. നീ നേടുക എന്നുള്ളത് വഹസുൽ എന്നത് മാറിയിട്ട് വഹസുലു, നിങ്ങൾ നേടുക എന്ന് ആക്കുക. എന്നിട്ട് ആ പാരഗ്രാഫ് എഴുതുക. അടുത്തത് നുക്മിലുൽ ഖാനത കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ഈ കോളം പൂരിപ്പിക്കണം. അൽ ബൈത്തു കബീറുൻ, ഉദാഹരണം അൽ ബൈത്തു കബീറുൻ, വീട് വലുതാണ്. അസുക്കാനു ഖലീലുൻ, താമസക്കാർ കുറവാണ്. അതിൽ ഇന്നയും ലാക്കിനെയും ചേർത്തു. അൽ ബൈത്തു കബീറുൻ എന്നതിൽ ഇന്ന ചേർത്തപ്പോൾ ഇന്നൽ ബൈത്ത കബീറുൻ എന്നായി. തീർച്ചയായും വീട് വലുതാണ്. വലാക്കിന്ന സുക്കാന ഖലീലുൻ, പക്ഷേ താമസക്കാർ കുറവാണ്. ഇന്നയും ലാക്കിനെയും ഒക്കെ വന്നാൽ ആദ്യത്തെ വാക്കിന്, അതായത് ഇന്നയുടെ ഇസ്മിന് നസ്ബും, രണ്ടാമത്തെ വാക്കിന്, അതായത് ഇന്നയുടെ ഖബറിന് റഫ്ഉം ചെയ്യണം. നസ്ബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. റഫ് ചെയ്യുക എന്ന് പറഞ്ഞാലോ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ നൽകണം. അതുകൊണ്ട് അൽ ബൈത്തു എന്നത് ഇന്ന ചേർന്നപ്പോൾ അൽ ബൈത്ത എന്നായി. കബീറുൻ എന്നതിൽ മാറ്റമില്ല, കബീറുൻ എന്ന് തന്നെ. അതേപോലെ ലാക്കിന വന്നപ്പോൾ അസുക്കാനു എന്നത് അസുക്കാന എന്നായി. ഖലീലുൻ എന്നത് അങ്ങനെ തന്നെ. അതേപോലെ 2 എഴുതണം. അൽ ഹദിയഖത്തു സഗീറത്തുൻ, പൂന്തോട്ടം ചെറുതാണ്. അൽ അസ്ഹാർ ജമീലത്തുൻ, പൂക്കൾ ഭംഗിയുള്ളതാണ്. അതെങ്ങനെ എഴുതി? ഇന്നൽ ഹദിയഖത്ത സഗീറത്തുൻ, ഹദീഖത്തു എന്നുള്ളത് ഹദീഖത്ത എന്നായി. വലാക്കിന്നൽ അസ്ഹാറ ജമീലത്തുൻ, പക്ഷേ പൂക്കൾ, തീർച്ചയായും പൂന്തോട്ടം ചെറുതാണ്, പക്ഷേ പൂക്കൾ ഭംഗിയുള്ളതാണ്. വലാക്കിന്നൽ അസ്ഹാറ, അസ്ഹാറു എന്നത് അസ്ഹാറ എന്നായി. അതേപോലെ അത്ത്വാമു ലദീദുൻ, ഭക്ഷണം ടേസ്റ്റിയാണ്. അസ്സഅറു ഖലീലുൻ, വില കുറവാണ്. അത് ഇന്ന ത്വാമ, ത്വാമു എന്നത് ത്വാമ, തീർച്ചയായും ഭക്ഷണം ലദീദുൻ ടേസ്റ്റിയാണ്. വലാക്കിന്ന സിഅറ ഖലീലുൻ, പക്ഷേ വില കുറവാണ്. സിയറു എന്നത് സിയറ എന്നായി. ഇനി ഔ നുഅദ്ദുൽ ജുമല ബി തർതീബിൽ കലിമാത്തി, ഈ വാക്കുകൾ ഓർഡർ ആക്കണം. അസ്സയ്യാറത്ത, കാറ്. അൽ വാലിദു, കുട്ടി. വാലിദു ഉപ്പ. റക്കിബ, കയറി. റക്കിബൽ വാലിദു അസ്സയ്യാറത്ത, ഉപ്പ കാറിൽ കയറി. അടുത്തത് ഇന്നൽ ഖമറ ത്വാലിയുൻ, തീർച്ചയായും ചന്ദ്രൻ ഉദിച്ചിരിക്കുകയാണ്. പിന്നെ റദ്ദത്ത് ഫാത്തിമത്തു അൽ കിതാബ ഇലൽ മുദരിസി, ഫാത്തിമ അധ്യാപകന് പുസ്തകം തിരിച്ചു നൽകി. റദ്ദത്ത് തിരിച്ചു നൽകി, ഫാത്തിമ തിരിച്ചു നൽകി. ഇനി നഹ്താറുൽ മൻഊത്ത വന്നഅത്ത, മൻഊത്തുകളും നഅത്തുകളും കണ്ടെത്തണം. എന്നിട്ട് ഈ കോളങ്ങളിൽ എഴുതണം. ഒന്നാമത്തതിന്റെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. തദ്റുസു ആയിഷത്തു, ആയിഷ പഠിക്കുന്നു. ഫി മദ്രസത്തിൻ ഹുക്കൂമിയത്തിൻ, ഗവൺമെന്റ് സ്കൂളിൽ. അതിൽ മദ്രസത്ത് എന്നത് മൻഊത്താണ്, അതിന്റെ നഅത്താണ് ഹുക്കൂമിയത്ത്, ഗവൺമെന്റായ സ്കൂളിന്. അങ്ങനെ അതേപോലെ മറ്റ് 2 സെന്റൻസുകളിൽ നിന്നും നഅത്ത് മൻഊത്ത് കണ്ടെത്തണം.
ഫിൽ മദ്രസത്തി ബുസ്താനുൻ ജമീലുൻ, സ്കൂളിൽ ഭംഗിയുള്ളൊരു പൂന്തോട്ടമുണ്ട്. അതിൽ ബുസ്താനുൻ എന്നത് മൻഊത്താണ്, അതിന്റെ നാത്താണ് ജമീലുൻ എന്നത്, അതവിടെ എഴുതുക. അമാമൽ മദ്രസത്തി ഷജറത്തുൻ കബീറത്തുൻ, സ്കൂളിന്റെ മുമ്പിൽ വലിയൊരു മരമുണ്ട്. അവിടെ ഷജറത്തുൻ എന്നത് മൻഊത്താണ്, കബീറത്തുൻ എന്നത് നാത്താണ്, അങ്ങനെ എഴുതുക. ഇനി നഖറഉൽ ഹിക്കായത, കഥ വായിക്കാം. വനുമയ്യിസുൽ അഖ്ലാഖൽ ഹസനത വസ്സയ്യിഅത വനക്തുബുഹ, അതിൽ നിന്നും ഈ കഥയിൽ നിന്നും സൽ സ്വഭാവങ്ങളും ചീത്ത സ്വഭാവങ്ങളും വേർതിരിച്ച് എഴുതാം. ഫി ത്വാബൂരി സബാഹി, അസംബ്ലിയിൽ ഖാല നാദിറുൽ മദ്രസത്തി, ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അൻ വലദിൻ സാലിഹിൻ, നല്ല കുട്ടിയെക്കുറിച്ച്. നല്ലൊരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. ഹുവ യുഹാഫിളു അലൽ അമാനത്തി, അവൻ വിശ്വസ്തത കീപ്പ് ചെയ്യും. വസ്സിദ്ഖി, വിശ്വസ്തതയും അതേപോലെ സത്യസന്ധതയും ഒക്കെ സംരക്ഷിക്കും, പാലിക്കും. വയഅമലു ബിസ്സബ്രി, അവൻ ക്ഷമയോടെ ജോലി ചെയ്യും, അത് പ്രവർത്തിക്കും. വൽജുഹദി, കഠിനാധ്വാനത്തോടെയും. ലാ യക്ദിബു, അവൻ കളവ് പറയുകയില്ല. വലാ യഖൂനു അഹദൻ, ഒരാളെയും വഞ്ചിക്കുകയില്ല. വലാ യഖൂലുൽ ഗീബത വന്നമീമത, ഗീബത്തും നമീമത്തും പറയുകയില്ല, ഏഷണിയും പരദൂഷണവും. ഇതിൽ അൽ അഖ്ലാഖുൽ ഹസന എന്നതിൽ എന്തൊക്കെ എഴുതാം? അൽ അമാനത്ത്, വിശ്വസ്തത. അസ്സിദ്ഖ്, സത്യസന്ധത. അസ്സബ്ർ, ക്ഷമ. അൽ ജുഹദ്, കഠിനാധ്വാനം. ഇതൊക്കെ സൽ സ്വഭാവങ്ങളാണ്, അതവിടെ എഴുതുക. അടുത്ത മോശമായ സ്വഭാവങ്ങളിൽ എന്തൊക്കെ പെടും? അൽ അഖ്ലാഖു സയ്യിഅത്തിൽ കദിബുൻ, കളവ്. ഖിയാനത്ത്, വഞ്ചന. വലാ യഖൂനു എന്ന് പറഞ്ഞില്ലേ, യഖൂനു എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നു, അതിന്റെ ഇസ്മ എന്താണ്? ഖിയാനത്ത്, വഞ്ചന എന്നതാണ്. ഇനി അറിയാതെ യഖൂനു എന്ന് മാത്രം യഖൂനു എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഗീബത്ത്, നമീമത്ത്, ഏഷണി. ഗീബത്ത് പരദൂഷണം, നമീമത്ത് ഏഷണി, അതൊക്കെ മോശമായ സ്വഭാവങ്ങളാണ്. ഇനി നഖ്താർ മജ്മുഅത്തുൽ ഇജാബത്തി സ്വഹീഹത്തി അലാ ലൗഇ സത്രിൽ മൻലൂം, ഈ കവിതയുടെ വെളിച്ചത്തിൽ താഴെയുള്ളവയിൽ ശരിയുത്തരം അടയാളപ്പെടുത്തുക. വസ്നഉ അൽ മഅറൂഫ തുജ്സഉ ഇൻദ റബ്ബിൻ നാസി ഖുൽദൻ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ കാലവും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. ഈ ഒരു വരിയുടെ അർത്ഥവുമായിട്ട് യോജിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റിളല്ലാഹി ഫിൽ മഅറൂഫി, അള്ളാഹുവിന്റെ പ്രീതി നന്മയിലാണ്, നന്മ ചെയ്യുന്നതിലാണ്, അത് ഈ വരിയുമായിട്ട് യോജിക്കുന്നുണ്ട്. അടുത്ത, ലാ തുൻഫിഖൽ മാല ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കരുത്, അത് ഇതുമായിട്ട് യോജിക്കുന്നില്ല. മൂന്നാമത്തത്, ഇദാ സനഅത്തൽ മഅറൂഫ തക്സിബു സഅദത, നീ നന്മ ചെയ്താൽ നിനക്ക് സന്തോഷം ലഭിക്കും, അതും യോജിക്കുന്നുണ്ട്. അപ്പോൾ 1ഉം 3ഉം ഈ വരിയുമായിട്ട്, ഈ കവിതയുമായിട്ട് യോജിക്കുന്നതാണ്. ഇനി നോക്കാം. 1ഉം 2ഉം സഹീഹത്തുൻ, അത് 1ഉം 2ഉം ശരിയാണെന്നാണ് പറയുന്നത്. 2 തെറ്റാണല്ലേ, ലാ തുൻഫിഖൽ മാല ഫീ സബീലില്ല എന്നുള്ളത് തെറ്റാണ്, അപ്പൊ അത് ശരിയല്ല. ഇനി ഇസ്നാനി വ സലാസ സ്വഹീഹ, 2ഉം 3ഉം ശരിയാണ്, അതും ശരിയല്ല. ഇനി വാഹിദും വ സലാസ സ്വഹീഹ, 1ഉം 3ഉം ശരിയാണ്, അതാണ് ശരി. പിന്നെ കുല്ലുൻ സഹീഹുൻ, എല്ലാം ശരിയാണെന്ന്, എല്ലാം ശരിയല്ലല്ലോ, അതുകൊണ്ട് ജീമാണ് ശരി. ഔ നഖറഉൽ ഹിവാറ, സംഭാഷണം വായിക്കാം. വനഖ്താറുൽ കലിമാത്ത് തഹദീബിയ, എന്നിട്ട് കലിമാത്തു തഹദീബിയ കണ്ടെത്താം. അമീർ കലിമാത്തു തഹദീബിയ കണ്ടെത്തി ഇവിടെ എഴുതണം. അമീർ, അസ്സലാമു അലൈക്കും. ഹൽ തഹ്താജു ഇലാ മുസാദ, നിനക്ക് സഹായം വേണോ? മുർഷിദ്, വഅലൈക്കും അസ്സലാം. നഅം മിൻ ഫദ്ലിക, അതെ പ്ലീസ്. അഹ്താജു ഇലാ മുസാദതിക, എനിക്ക് നിന്റെ സഹായം വേണം. അമീർ, ബികുല്ലി സുറൂരിൻ, സന്തോഷത്തോടെ. അയ്യ മുസാദത്തിൻ തുരീദു, ഏത് സഹായമാണ് നിനക്ക് വേണ്ടത്? ഹൽ യുംകിനുക മുസാദത്തി ഫി ഹംലി ഹാദിഹിൽ ഹഖീബ, ഈ ബാഗ് ചുമക്കാൻ നീ എന്നെ സഹായിക്കുമോ? അമീർ, നാം, അതെ. ലാ തഖ്ലഖ്, പേടിക്കേണ്ട, അസ്വസ്ഥപ്പെടുത്തണ്ട, ഞാൻ സഹായിക്കാം. മുർഷിദ്, തഫല്ലൽ, ശുക്രൻ ജസീലൻ, താങ്ക് യു വെരി മച്ച്, അല്ലേ. അമീർ, അലൈന അൻ നുസായിദൽ ആഖരീന ദായിമൻ, നമ്മളെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം. മുർഷിദ്, നാം, അതെ. ഹാദാ സ്വഹീഹ്, ഇത് ശരിയാണ്. ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിനക്ക് പ്രതിഫലം തരട്ടെ. അമീർ, വ ഇയ്യാക, നിനക്കും. ഇലൽ ലിഖായ്, സി യു, മഅസ്സലാമ, ബൈ. ഇതിൽ ഏതൊക്കെയാണ് അൽ കലിമാത്തു തഹദീബിയ? വ അലൈക്കും അസ്സലാം, മിൻ ഫദ്ലിക, തഫല്ലൽ, ശുക്രൻ, ജസാക്കല്ലാഹു ഖൈറൻ, ഇലൽ ലിഖായ്, മഅസ്സലാമ, ഇതൊക്കെ അൽ കലിമാത്തു തഹദീബിയാണ്, അതൊക്കെ എഴുതുക. ഇനി നഖ്താറുൽ ജവാബ് സ്വഹീഹ മിനൽ കൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. റദ്ദ മുർഷിദുൻ അസ്സലാമ, മുർഷിദ് സലാം മടക്കി. അല അമീരിൻ, അമീരിനോട് മുർഷിദ് സലാം മടക്കി. സലാം മടക്കി എന്ന് പറയുമ്പോൾ അലയാണ് വെക്കേണ്ടത്, ബിയും ഫിയുമല്ല. ഇനി നഖറഉ തർജമത്തുൽ ഹയാത്തി, ജീവചരിത്രം വായിക്കാം. വനുജീബ് ഹസ്ബൽ ഇർഷാദാത്ത്, എന്നിട്ട് താഴെയുള്ളവയ്ക്ക് ഉത്തരം എഴുതാം. ജീവചരിത്രം വായിച്ചിട്ട് ഇവിടെ
ഇത് പൂരിപ്പിക്കാനുണ്ട് ബയോഡാറ്റ. ആദ്യം വായിച്ചു നോക്കാം. അലിയു ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഹുവ അഹദുൽ ഖുലഫാഇ റാഷിദീൻ. അലി റളിയല്ലാഹു അൻഹു ഖുലഫാ റാഷിദുകളിൽപ്പെട്ട ഒരാളാണ്. വുലിദ ബി മക്കത്തുൽ മുക്കറമ. അദ്ദേഹം മക്കയിൽ ജനിച്ചു. എപ്പോൾ? റജബ് 13. എപ്പോൾ? ഹിജറക്ക് മുമ്പ്. ഖബലൽ ഹിജറ മീൻസ് ഹിജറക്ക് മുമ്പ്. ഹിജറക്ക് മുമ്പ് 23-ാം വർഷം റജബ് 13 അദ്ദേഹം മക്കയിൽ ജനിച്ചു. വാലിദുഹു അബൂ താലിബ്. അദ്ദേഹത്തിന്റെ പിതാവ് അബൂ താലിബാണ്. അബൂ താലിബ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. വാലിദത്തുഹു ഫാത്തിമത്തു ബിന്ദു അസദ്. അദ്ദേഹത്തിന്റെ മാതാവ് ഫാത്തിമ ബിന്ദു അസദ് ആണ്. തസവ്വജ ഫാത്തിമത്തു സഹറ ബിന്ദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മകളായ ഫാത്തിമത്തു സഹറയെ അദ്ദേഹം കല്യാണം കഴിച്ചു. വക്കാന യുലഖബു ബി അബി തുറാബ്. അബൂ തുറാബ് എന്ന് അദ്ദേഹം പേര് വിളിക്കപ്പെട്ടു, ലഖബ് വിളിക്കപ്പെട്ടു. കാന അലിയുൻ മഷ്ഹൂറൻ ബിൽ ഫസാഹത്തി വൽ ഹിക്മത്തി. അലി തത്വജ്ഞാനം കൊണ്ടും ഫസാഹത്ത് കൊണ്ടും വാചാലത കൊണ്ടും പ്രശസ്തനായിരുന്നു. ഉസ്തുഷഹീദ. അദ്ദേഹം ഷഹീദായി. എപ്പോൾ? ഹിജറ 40 റമദാൻ 21-ാം ദിവസം. നുഇദ് ബയാനാത്തിൻ ഷഖ്സിയ. നമുക്ക് ബയോഡാറ്റ തയ്യാറാക്കാം. അലി ബിൻ അബി താലിബ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ബയോഡാറ്റ. അൽ ഇസ്മുൽ കാമിൽ അലിയു ബിൻ അബി താലിബ് എന്ന് എഴുതുക. പിന്നെ അബൂ താലിബ് എന്നുണ്ട്. അബൂ താലിബ് ആരാണ്? ഇസ്മുൽ വാലിദ് ആണ് അല്ലെ, പിതാവിന്റെ പേര്. അപ്പോൾ ഇസ്മുൽ വാലിദ് അങ്ങനെ എഴുതണം, പിതാവിന്റെ പേര് ആ രൂപത്തിൽ എഴുതണം. അൽ വാലിദ് എന്ന് മാത്രം എഴുതാതെ ഇസ്മുൽ വാലിദ് അങ്ങനെ എഴുതുക. ഇസ്മുൽ വാലിദത്തി മാതാവിന്റെ പേര് ഫാത്തിമ ബിന്ത് അസദ്. ഇസ്മു സൗജത്തി ഭാര്യയുടെ പേര് ഫാത്തിമത്ത് സഹറ. ഇനി അടുത്ത മക്കത്തുൽ മുക്കറമ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ്? മക്ക മീലാദ്, മക്കാനുൽ മീലാദ് ആണ് അല്ലെ, പ്ലേസ് ഓഫ് ബർത്ത്, ജനന സ്ഥലം. ഇനി അൽ ലഖബ്. ലഖബ് എന്താണ്? അബൂ തുറാബാണ്. ഇവിടെ ബി അബി തുറാബ് എന്ന് കാണാം അല്ലെ, അത് ബി മുമ്പിൽ വന്നതുകൊണ്ടാണ് അബി എന്നായത്. നമ്മൾ ഇവിടെ എഴുതുമ്പോൾ അബൂ തുറാബ് എന്ന് എഴുതണം. താരീഖുൽ ഇസ്തിഷ്ഹാദ് ഷഹീദായ ഡേറ്റ് എപ്പോഴാണ്? 21 റമദാൻ 40 ഹിജ്റ. ഇനി നുജീബ് അനിൽ അസ്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ബിമ ഇസ്തഹർ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു എന്തിനെ കൊണ്ടാണ് പ്രശസ്തനായത്? ഇസ്തഹർ അലി ബിൻ അബി താലിബ് ബി അബി തുറാബ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അബു തുറാബ് എന്ന പേരിൽ പ്രശസ്തനായി. ഇനി നഖറഉൽ മൻലൂമ വ നുജീബ് ഹസബിൽ ഇർഷാദാത്ത്. ഈ കവിത വായിച്ചു നോക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതാം. നുറത്തിബ് തസ്രീഹാത്തി ഹസബത്ത് സുത്തൂർ. കവിതയുടെ വരികളുടെ അതേ ഓർഡറിലാക്കണം ഈ 3 വരിയും. ഈ കവിതയുടെ വരിയുടെ അർത്ഥം തന്നെയാണ് ഇവിടെ താഴെ 3 കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഓർഡർ തെറ്റിച്ചിട്ടുണ്ട്. കവിത നോക്കിയിട്ട് ഓർഡർ മനസ്സിലാക്കിയിട്ട് ഓർഡറിലാക്കി എഴുതണം. ആദ്യം കവിത വായിച്ചു നോക്കാം. ഇസ്തറൂബിൽ മാലി ഹംദൻ. നിങ്ങൾ പണം കൊണ്ട് സ്തുതി വാങ്ങുക. വത്ലുബു ഫിന്നാസി മജ്ദൻ. ജനങ്ങളിൽ നിങ്ങൾ പ്രതാപം തേടുക. ഇന്നമദ്ദുന്യ ജമാലുൻ. തീർച്ചയായും ദുന്യാവ് ഒരു സൗന്ദര്യമാണ്. ലില്ലദി അഅത വഅസ്ദ. ദാനം ചെയ്യുന്നവർക്ക് ദുന്യാവ് ഭംഗിയുള്ളതാണ്. ലൈസ ഖൈറുൻ നാസി ആയിഷൻ മൻ യഅദ്ദുൽ മാല അദ്ദൻ. പണം എണ്ണിക്കൂട്ടുന്നവനല്ല നല്ല ജീവിതം നയിക്കുന്നവൻ. അംഫിഖൂ ലില്ലാഹി മാലൻ യുജ്സിക്കും ഇസ്സൻ വസഅദൻ. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷവും പ്രതാപവും പകരം തരും. ഇനി ലാ യകൂനുൽ ഖൈറു ലിമൻ യഹ്തഫിളുൽ മാല ബിലാ ഇൻഫാഖിൻ. പണം ചിലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവനിൽ ഒരു നന്മയുമില്ല. പിന്നെ അൽ ജസാഉക്കും ഇസ്സും വസഅദുൻ ഇദാ അൻഫഖ്തും ഫീ സബീലില്ലാഹി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് പ്രതാപവും സന്തോഷവും പ്രതിഫലം കിട്ടും. തക്കൂനു ദുന്യ ജമീലത്തൻ ലിമൻ ആത്തൽ മാല ഫിൽ ഖൈറാത്തി. ചാരിറ്റിയിൽ നന്മയിൽ പണം ചിലവഴിച്ചാൽ ദുനിയാവ് സുന്ദരമായി തീരും. അപ്പോൾ ആദ്യം വരേണ്ടത് ഏതാണ്? തക്കൂനു. ഇതിലെ ഈ വരി നോക്കിയാൽ മതി അല്ലെ, ഇന്നമദ്ദുന്യ ജമാലുൻ. അതാണ് ആദ്യമുള്ളത് അല്ലെ, 3 വരിയാണ് ഇതിൽ കൊടുത്തത്. അത് ആ 3 എണ്ണത്തിൽ ആദ്യം വരേണ്ടത് ഇതാണ്. തക്കൂനു ദുന്യ ജമീലത്തൻ. ദുനിയാവ് ഭംഗിയുള്ളതാകും. അത് ആദ്യം എഴുതുക. ലാ യകൂനുൽ ഖൈറു ലിമൻ യഹ്തഫിലുൽ മാല എന്നുള്ളത് രണ്ടാമത് എഴുതുക. ജസാഉക്കും ഇസ്സും വസഅദുൻ എന്നത് 3ാമത് എഴുതുക. ഓക്കെ. ഇനി നഖ്താറു മിനൽ മൻലൂമി അൽ കലിമാത്തിൽ മുത്തനായിമ. റൈമിംഗ് വേർഡ്സ് അൽ കലിമാത്തുൽ മുത്തനായിമ കണ്ടെത്തി എഴുതണം ഈ കവിതയിൽ നിന്നും. ഏതൊക്കെയാണ്? ഹംദൻ ഒന്നിവിടെ കൊടുത്തു അല്ലെ, മജിദൻ, ഐഷൻ, അദ്ദൻ, സഅദൻ. ഇവയൊക്കെയാണ് അൽ കലിമാത്തുൽ മുത്തനായിമ.